വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇതൊരു പ്രണയത്തിൻ്റെ ജീവിതാനുഭവമാണ്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നൊരു ഓട്ടോറിക്ഷക്കാരന് ഭയങ്കര പ്രണയമായി. പ്രണയം എന്ന് പറഞ്ഞാൽ തലക്കടിച്ച പ്രണയം. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ പച്ചപ്പാവങ്ങളാണ്. ചെക്കൻ്റെ വീട്ടുകാരും പാവങ്ങളല്ല. ചെക്കൻക്ക് പഠിപ്പൊക്കെ മതിയാക്കിയിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അവളെ സ്കൂളിലേക്ക് +2 കൊണ്ടാക്കാൻ വേണ്ടി സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ അവൻ്റെ ഓട്ടോയിൽ പോവുക. ആ പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞല്ലോ, എനിക്ക് നന്നായിട്ട് പഠിക്കണം, നഴ്സിംഗ് അതിൻ്റെ ആഗ്രഹം. ഈ പാവം കാമുകനായ ഓട്ടോറിക്ഷക്കാരൻ, വീട്ടുകാർക്കൊക്കെ അറിയാം പ്രണയം, തന്നെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ പണമൊക്കെ സമ്പാദിച്ചിട്ട് അവൻ്റെ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ കാമുകിയെ എങ്ങനെയും പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ അവൾ ആഗ്രഹം പോലെ കാശൊക്കെ ചിലവാക്കിയിട്ട് അവളെ ഒരു നഴ്സിംഗ് പഠിപ്പിച്ചു. നഴ്സിംഗൊക്കെ പഠിപ്പിച്ചിട്ട് ഇവൾ നല്ല നിലയ്ക്ക് പാസ്സായപ്പോൾ വീട്ടുകാരുടെ മനസ്സ് മാറി. വീട്ടുകാർക്ക് പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരന് കെട്ടിച്ചു കൊടുക്കാനൊരു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു മകളെ മനസ്സ് മാറ്റാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി. ഇതിനിടക്കാണ് താൻ ആഗ്രഹിക്കുന്ന ഈ കാമുകിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തനിക്കിനിയും ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ടെന്നും അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശുണ്ടാക്കിയത് കൊണ്ട് താൻ ഒരുപാട് കടക്കാരനായെന്നും അതുകൊണ്ട് ഗൾഫിൽ പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയോട് പറഞ്ഞത്, നീനെ കെട്ടാൻ വിചാരിച്ച അവൻ വളരെ മോശക്കാരനാണ്, അവനക്ക് വേറെ ഏതോ പെണ്ണുമായിട്ടൊക്കെ ബന്ധമുണ്ട്, കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞ് കുറേ ഇല്ലാത്ത കഥകൾ പറഞ്ഞപ്പോൾ ഇവളും അത് വിശ്വസിച്ചു. അങ്ങനെ അവൾ വേറൊരു കല്യാണത്തിന് തയ്യാറായി. വീട്ടുകാരൊരു പ്ലാനായിരുന്നു, നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. പാവം ആ യുവാവ് താൻ പ്രണയിച്ച പെണ്ണിനെ കിട്ടിയില്ല, അവളെ പഠിപ്പിക്കാൻ വേണ്ടി കുറേ കാശ് ചിലവാക്കി നിരാശനായിട്ടാണ് അവൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത്. പ്രണയിച്ച പെണ്ണ് ടിഞ്ചു എന്നു പേരുള്ള പത്തനംതിട്ടയിലുള്ള ഈ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു. പക്ഷേ അവൻ്റെ വീട്ടുകാരവനെ മറ്റൊരു കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചു, ഇവനും വേറെ കല്യാണം കഴിച്ചു. പക്ഷേ വിധി അധിക നാളത് നിന്നില്ല. ആ പെൺകുട്ടിക്ക് ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം പഴയ പ്രണയ ഓർമ്മകൾ തന്നെയാണ്. അതിനിടയിലാണ് അച്ഛനും അമ്മയിൽ നിന്ന് അവൾ അറിഞ്ഞത് തന്നെ മനഃപൂർവ്വം കാമുകനിൽ നിന്ന് അകറ്റിയതാണെന്നുള്ളത്. അത് അവൾക്ക് വലിയ കുറ്റബോധം ഉണ്ടായി. ടിജൻ എന്നു പേരുള്ള ഈ യുവാവിൻ്റെ വിവാഹബന്ധവും തകർന്നത്. ഒരു കുഞ്ഞ് ജനിച്ചെങ്കിലും ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടുപേരും സെപ്പറേറ്റഡായി. ഇതിനിടയിലാണ് വീണ്ടും ഇവർ കണ്ടുമുട്ടിയപ്പോൾ പഴയ പ്രണയബന്ധങ്ങൾ വീണ്ടും പൂവണിഞ്ഞു. ഈ പെൺകുട്ടി ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ വരാം. പണ്ട് നിന്നെ ഞാൻ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ കൈയൊഴിഞ്ഞു പോയതാണ്. നഴ്സിംഗ് പഠിപ്പിച്ചത്, ഞാനിപ്പോൾ നല്ലൊരു ജോലി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള ശമ്പളമുണ്ട്, നീ ഇപ്പോഴും ആ പഴയ പോലെ ഓട്ടോ ഓടിക്കുക തന്നെയാണ്, ഞാൻ എവിടേക്ക് വേണമെങ്കിലും വിളിച്ചാൽ വരാം. ഒരു ദിവസം അവൾ എല്ലാ വസ്ത്രങ്ങളും എടുത്ത് വീട്ടുകാരിൽ നിന്ന് ഒളിച്ച് ഇവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവൻ സ്വീകരിക്കേണ്ടായി. അതോടുകൂടി പോലീസായി, കേസായപ്പോൾ ഇവൾ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ആളെ കൂടെയാണ് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്, ഞാൻ തിരിച്ചു പോവില്ല. ഭർത്താവിൻ്റെ വീട്ടുകാർക്കും വേണ്ട, സ്വന്തം വീട്ടുകാർക്കും വേണ്ട. അവളങ്ങനെ കാമുകൻ്റെ കൂടെ വിവാഹം കഴിക്കാതെ തന്നെ ജീവിക്കാൻ തുടങ്ങി. അവരെന്നോ മനസ്സുകൊണ്ട് വിവാഹം കഴിച്ചവരാണ്, അത്രയും സ്നേഹമാണ്. 6 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ ഇവളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. കാരണം ഇവളുടെ മാതാപിതാക്കൾ ചെന്നിട്ട് ഇവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി. ഞങ്ങൾ ഉപേക്ഷിച്ച് പോയ ആളാണ്, ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ആളാണ്, ദുർനടപ്പുകാരിയാണ്, മോശമാണ്, അതാണ് ഇതാണ്. എവിടെ ചെന്നാലും ജോലി എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇവൾ അവസാനം കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് ജീവനെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെ സ്വന്തം വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ കാമുകൻ്റെ കൂടെ ഇറങ്ങി വന്ന ഈ ഒരു പെൺകുട്ടി 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, ഭർത്താവിൻ്റെ പിതാവും വീട്ടിൽ നിന്ന് പുറത്തേക്ക്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാമുകൻ്റെ പിതാവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു സമയത്ത് വൈകുന്നേരം വന്നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ പെൺകുട്ടി ടിഞ്ചു എന്ന് പേരുള്ള 26 വയസ്സുള്ള ഈ പെൺകുട്ടിയെ തൂങ്ങിയ നിലയിലാണ് കാണുന്നത്. അവൾ സ്വയം ജീവനൊടുക്കിയതാണ്. അവൻ കരുതി ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ട വിഷമത്തിൽ, സ്വന്തം വീട്ടുകാർ ദ്രോഹിക്കുന്ന വിഷമത്തിൽ എന്നോട് പറയാതെ അവൾ സ്വയം ഒടുങ്ങിയതാവാം. എന്തായാലും സഹിക്കാൻ പറ്റിയില്ല. എല്ലാവരും കരുതിയത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത് വേറെയാണ്. ഭർത്താവിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയ പെണ്ണല്ലേ, ആ കാമുകൻ്റെ ശല്യം സഹിക്കവയ്യാതെയാണ് അവളങ്ങനെ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അവൻക്കറിയാം, ആ നിമിഷം പോലും, അന്ന് പുലർച്ചെ ജോലിക്ക് പോകുമ്പോൾ പോലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. കാരണം അവൾ എൻ്റെ ജീവൻ്റെ ജീവനാണ്. എൻ്റെ കുഞ്ഞ് പോലും ഇപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നത് അവളെയാണ്. അത്രയും സ്നേഹമാണ്. പക്ഷെ എന്തിനാണ് നാട്ടുകാരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഈ പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജനനേന്ദ്രിയത്തിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ കാമുകനായ ആൾ പറഞ്ഞത്,
അവൾക്ക് ജനനേന്ദ്രിയത്തിൽ അസുഖമുണ്ട്, ഒരു വേദനയുടെ പ്രശ്നമുണ്ട്, അതിന് ഡോക്ടറെ കാണിച്ച ബില്ലുണ്ട്, പിന്നെ ജോലി നഷ്ടപ്പെട്ട വിഷമത്തിലായിരിക്കാം അവൾ ജീവനൊടുക്കിയിട്ടുണ്ടാവുക. പക്ഷേ പോലീസ് ഒരു കാര്യം പറഞ്ഞു, ഇതൊരു കൊലപാതകമാണ്. അങ്ങനെ എല്ലാവരും കൂടി കാമുകനെ പിടിച്ചു. കാമുകനെ പിടിച്ചിട്ട് പോലീസ് അടിച്ച് പഞ്ചറാക്കി. ഇവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉറപ്പാണ് താൻ തൻ്റെ ഭാര്യയെ ഒരിക്കലും കൊന്നിട്ടില്ല, അവൾ തൂങ്ങി മരിച്ചു, അവൾ സ്വയം ജീവനൊടുക്കിയതാണ്. പക്ഷേ പോലീസുകാർ ഇവരെ അടിച്ച് രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയിലായെങ്കിലും ഒടുവിൽ പോലീസുകാർ പോലും ഞെട്ടി. ഈ ഒരു മൃതദേഹത്തിൽ ഇയാളുടേതല്ലാത്ത ചില വിരലടയാളങ്ങൾ ഈ മൃതദേഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഭർത്താവ്, ഈ കാമുകനായ ആളല്ലാത്ത, കാമുകൻ്റെ അച്ഛനല്ലാത്ത മറ്റാരുടെയോ വിരലടയാളങ്ങൾ ആ ശരീരത്തിലുണ്ട്. അതെങ്ങനെ സംഭവിച്ചത്? അവൾ എന്തിന് ലൈംഗികമായിട്ട് ദുരുപയോഗപ്പെടുത്തി? 53 മുറിവുകളാണ് ആ ബോഡിയിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ കേസന്വേഷണം ജില്ലാ ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. നമ്മുടെ പോലീസുകാരുടെ മികവാണ് ഞാൻ പറയുന്നത്. പോലീസുകാർ നോക്കിയിട്ട് ഈ ഒരു മൃതദേഹം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണല്ലോ കണ്ടത്. പക്ഷേ അതിൻ്റെ ആ കെട്ട് ശ്രദ്ധിച്ചു. ആ കെട്ട് മരം മുറിച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, മരം വെട്ടുകാരും, അവരുടെ കെട്ടിന് സമാനമായ കെട്ടാണ്. അപ്പോൾ ആ നാട്ടിൽ മരം വെട്ടുകാരുണ്ടോ, അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ ഒരു കാമുകൻ്റെ സുഹൃത്തായ നസീർ എന്ന് പേരുള്ള 39 വയസ്സുള്ള ഒരാളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത്. നമ്മുടെ കേരള പോലീസിൻ്റെ മിടുക്ക്, ആ അന്വേഷണങ്ങൾ നസീറിലേക്ക് വന്നപ്പോൾ ഈ നസീർ പറഞ്ഞത് എന്താണെന്നറിയോ? എടാ, നിനക്ക് വേണ്ടി ഞാൻ നടന്നു, ഈ നാട്ടുകാർ മുഴുവനും നിന്നെ കൊലപാതകിയാക്കിയപ്പോൾ ഞാൻ മാത്രമാണ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഞാൻ സംശയിച്ചിട്ടില്ല. ഇപ്പോൾ പോലീസ് എന്നെ സംശയിക്കുന്നുണ്ട്, എനിക്ക് മരം ബിസിനസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ നഷ്ടപരിഹാരം പോലും ഈ സന്മനസ്സുള്ള ഈ ഒരു ടിജൻ എന്ന് പേരുള്ള ഈ കാമുകൻ അയാൾക്ക് കൊടുത്തു. ഒടുവിൽ പോലീസിൻ്റെ അന്വേഷണം വന്നപ്പോൾ ഇയാൾ മുങ്ങാൻ തീരുമാനിച്ചു. നസീർ 2019 ഡിസംബർ 15 ഈ പെണ്ണിൻ്റെ മരണം നടക്കുന്നത്. മാസങ്ങളോളം സ്വയം ജീവനൊടുക്കിയെന്ന് കരുതിയിരുന്നൊരു മരണം പിന്നീട് കൊലപാതകമെന്ന് തെളിഞ്ഞു. ആ കൊലപാതകം നടത്തിയത് കാമുകനാണെന്ന് കരുതിയിട്ട് കാമുകൻ്റെ പിന്നാലെ പോയി. ഒടുവിൽ മനസ്സിലായത് കാമുകനുമല്ല, മറ്റൊരാളാണ്. ആ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ബീജത്തിൻ്റെ ചില അംശങ്ങൾ കണ്ടെത്തി. ആ ബീജം ആരുടേതാണ്? നമ്മുടെ കേരള പോലീസ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം അന്വേഷിച്ചു. അത് മനസ്സിലായി, അത് നസീർ എന്ന് പേരുള്ള ഒരാളുടേതാണ്. അങ്ങനെ 2021 നസീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നസീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ നസീർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, മരം വെട്ടാനുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. അപ്പോഴാണ് ഈ പെണ്ണ് ഒറ്റക്കാണെന്ന് മനസ്സിലായത്. റൂമിൽ കയറി അവളെ അടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചു. അവൾ തലയടിച്ച് കട്ടലിലവിടെ വീണു. തല മുഴുവനും വന്ന് അടുപ്പിച്ചിട്ട് അവളെ ബോധം കെടുത്തിയിട്ട് ലൈംഗികമായിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പോൾ തോന്നിയത് പുറത്ത് പറയുമല്ലോ എന്ന് കരുതിയിട്ട് അവൾ തൂങ്ങി മരിച്ചതുപോലെ ആക്കി തീർക്കുന്ന രീതിയിൽ അവളെ കെട്ടിത്തൂക്കി. ആ മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തി. നാളെ ഇവൻക്കുള്ള ശിക്ഷ വിധിക്കും. നാളെ ശനിയാഴ്ച ഇവൻക്കുള്ള ശിക്ഷ വിധിക്കാൻ ഞാൻ കരുതുന്നത് ഇവൻക്ക് ജീവപര്യന്തമല്ല, ഇവൻക്ക് വധശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഒരാളെ വീട്ടിൽ കയറിയിട്ട് അയാളുടെ നിസ്സഹായായ ഭാര്യയെ അല്ലെങ്കിൽ അയാളുടെ കാമുകയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ഇവൻക്ക് കൊടുക്കേണ്ട ശിക്ഷ വധശിക്ഷയാണ്. നമ്മുടെ കേരള പോലീസ് ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. എത്ര വലിയ ഒരാളുടെ സ്വാധീനങ്ങളില്ലെങ്കിൽ മികച്ച രീതിയിൽ കേസന്വേഷിക്കുന്ന രാജ്യത്തെ നമ്പർ 1 പോലീസാണ് നമ്മുടെ കേരള പോലീസ്. അങ്ങനെ 2021 നസീർ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇനി ശനിയാഴ്ച ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു അയാൾക്ക് വധശിക്ഷ കിട്ടട്ടെ. കാരണം ഒരു പെണ്ണിനും ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ പറയാണ്, ഇവരുടെ കാമുകനായ ആൾ ലോകം മുഴുവനും എന്നെ കൊലപാതകിയാക്കി, എൻ്റെ മകൻ പോലും എന്നെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായി. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ കൊലപാതകിലും തെളിഞ്ഞു. സ്വന്തം വീട്ടുകാർ പോലും ഉപേക്ഷിച്ചപ്പോഴും അവൾക്ക് വേണ്ടി നിലകൊണ്ടത് ഞാനാണ്. കാരണം അവളെ ചെറുപ്പത്തിൽ ഞാൻ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്ത് ശിക്ഷയാണ് ഇയാൾക്ക് ഈ ശനിയാഴ്ച കിട്ടാൻ പോകുക എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.